ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും എവിടെയെങ്കിലും ഏതെങ്കിലും റെസിപ്പി വൈറലായി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി നോക്കാതെ ഒരു സമാധാനം ഇല്ലായിക. അപ്പോൾ അതുപോലെ വൈറലായ ഒരു റെസിപ്പിയാണ് കേട്ടത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ബീഫ് റെസിപ്പി. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുക്കറിൽ നല്ല വെളിച്ചെണ്ണ എടുക്കുക. പിന്നെ അതിലേക്ക് അത്യാവശ്യത്തിന് ചെറിയുള്ളി ഇല്ലേ അത് ഇടുക കേട്ടോ, അത് മുഴുവനായിട്ട് തന്നെ ഇടാം. പിന്നെ നമുക്ക് ഉണക്കമുളകും കാശ്മീരി മുളകും കൂടിയിട്ട് മിക്സാക്കിയിട്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ബീഫ് ഇടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മെയിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള കാര്യപ്പെട്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ സവാള അരിയണം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ചുവന്നുള്ളി എരിഞ്ഞുണ്ടാക്കൽ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം കേട്ടോ. 4 ഇൻഗ്രീഡിയൻറ്റ് 5 ഇൻഗ്രീഡിയൻ്റ് ആവുമെങ്കിലും വേപ്പിലയിലും നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ, അത് എടുത്ത് കളയാനുള്ളതല്ലേ. അപ്പോൾ ഓക്കെ, നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ നല്ല അടിപൊളി. ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി നല്ല കളറാണ്, നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല പൊറാട്ടയുടെ കൂറൊക്കെ അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട കറിയാണ് കേട്ടോ. ഈസി പീസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നോമ്പ് കാലമൊക്കെ അല്ലേ, നോമ്പ് കാലത്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ കറി ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചൂട് കൊടുക്കണേ നല്ല പൊറാട്ടയുടെ കൂടെയോ വല്ല വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ അടിപൊളിയാവും കേട്ടോ. അല്ലെങ്കിൽ നൈസ് പത്തിരി ആയാലും മതി, നമുക്ക് ഏതിൻ്റെ കൂടെ ആയാലും സംഭവം നന്നായി പോവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.